പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമസ്കാരം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നിർത്തിയത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവന്റ്സിൽ രണ്ട് കാര്യമായിരുന്നു: ഡെവലപ്മെന്റ് ഓഫ് എൻഡോസ്പേമും ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോയും. ഇന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. സീഡ് ഡെവലപ്മെന്റ് ആണ് ആദ്യം കാണുക, അതിനുശേഷം ഫ്രൂട്ട് ഡെവലപ്മെന്റ് കാണും. നമുക്കറിയാം, ovule develops into a seed and ovary wall develops into the fruit. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ആദ്യം നമ്മളിവിടെ കാണുക മൂന്നാമത്തെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് സീഡ്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ സീഡിന്റെ ഡെഫിനിഷൻ ഒക്കെ കാണാം. ഡെഫിനിഷൻ എന്താണെന്ന് കാണാം. അതിനുശേഷം നമ്മൾ സ്ട്രക്ചർ ഓഫ് എ സീഡ്, ഒരു ബേസിക് സീഡിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് കാണുന്നു. പിന്നെ സീഡിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് സീഡ്സ് ഏതൊക്കെയാണ്, എന്തടിസ്ഥാനത്തിലാണ് നമ്മളത് കാണുന്നത്. പിന്നെ സ്ട്രക്ചർ ഓഫ് എ മോണോകോട്ട് സീഡ്, ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആരംഭിക്കാം അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് സീഡ്. അപ്പൊ നമ്മള് ഈ ഒരു പിക്ചർ കൂടെ ഞാനിവിടെ വരച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഫെർട്ടിലൈസേഷനിലൊക്കെ കണ്ട ഗൈനീഷ്യം അല്ലെങ്കിൽ കാർപ്പലാണ് അതിനകത്ത് ഒബ്യൂളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എംബ്രിയോസാക്കിനുള്ളില്, ഒബ്യൂളിനുള്ളിരിക്കുന്ന എംബ്രിയോസാക്കിനുള്ളിൽ ആരുണ്ടായി? ഇതാരാണ്? എംബ്രിയോ ആണ് അല്ലെ. ഇത് എംബ്രിയോയാണ്. ഇനി എംബ്രിയോയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്ന ടിഷ്യൂ എന്താണ്? എംബ്രിയോ എന്ത് ഉപയോഗിച്ചിട്ടാണ് വളർന്നത്? എൻഡോസ്പേം ഉപയോഗിച്ചിട്ടാണ് വളർന്നത് അല്ലെ. ഈ എംബ്രിയോ ഇതാരാണ്? എൻഡോസ്പേം ആണ്. അത് ട്രിപ്ലോയിഡ് ടിഷ്യൂ ആണെന്ന് നമുക്കറിയാം. ഇതാരാണ്? എംബ്രിയോയാണ്. എംബ്രിയോയുടെ എല്ലാ സെൽസും ഡിപ്ലോയിഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മള് ഒബ്യൂൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് സീഡ് എന്ന് പറയുമ്പോൾ, സീഡ് ഈസ് എ മച്ചുർ ഒബ്യൂൾ. സീഡ് ഈസ് എ മച്ചുർ ഒബ്യൂൾ കണ്ടെയ്നിങ് എംബ്രിയോ ആൻഡ് എൻഡോസ്പേം. ഒബ്യൂളിനുള്ളില് എൻഡോസ്പേമും എംബ്രിയോയും ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മച്ചുർ ആയിട്ടുള്ള ഒബ്യൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീഡ് എന്ന് വിളിക്കുന്നത്. ആ സീഡ് വളർന്നാണ് പിന്നീട് ഒരു ചെടി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒബ്യൂളാണ് ആരായിട്ട് മാറുക? സീഡായിട്ട് മാറുന്നത്. അപ്പൊ അതിന് കൂടുതൽ ചേഞ്ചസ് ഒന്നും നടക്കാനില്ല. എംബ്രിയോയുടെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഒബ്യൂള് മച്ചുർ ആയിട്ട് ആരായിട്ട് മാറുകയാണ്? സീഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മള് ബാക്കി കാര്യങ്ങൾ പിന്നാലെ കാണാം. ശരി, അപ്പോൾ ഒബ്യൂളിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. എംബ്രിയോസാക്കിന്റെ വെളിയിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഇമ്മച്ചുർ ഒബ്യൂള് കണ്ടു. നമ്മൾ പിന്നീട് മച്ചുർ ഒബ്യൂള് കണ്ടു. മച്ചുർ ഒബ്യൂളാണ്. എംബ്രിയോസാക്കിന്റെ വെളിയിൽ ഒരു ലെയർ, ആദ്യത്തെ ടിഷ്യൂ അവിടെ നിൽക്കുന്നുണ്ട്. ആരാണ്? ന്യൂസെല്ലസ് അവിടെ നിൽക്കുന്നുണ്ട്. ന്യൂസെല്ലസിൽ നിന്നാണല്ലോ മെഗാസ്പോർ ഒക്കെ ഉണ്ടായത്. മെഗാസ്പോറോജെനിസിസിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുള്ളിലാണ് എംബ്രിയോസാക്ക് കാണുന്നത്. അതിനുള്ളിൽ എൻഡോസ്പേമും എംബ്രിയോയും ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഒബ്യൂള് സീഡായിട്ട് മാറും. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് എന്താണ്? സ്ട്രക്ചർ ഓഫ് എ സീഡ്. ആൻജിയോസ്പേമിലും ജിംനോസ്പേമിലും മാത്രമേ പ്ലാന്റ് കിങ്ഡത്തിൽ എന്തുള്ളൂ? സീഡ് ഉള്ളൂ. ഇപ്പൊ സീഡ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ഗ്രൂപ്പ് പ്ലാന്റ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ അവർക്കുള്ളത്. സീഡ് അത്ര അഡ്വാൻറ്റേജസ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പൊ എല്ലാ സീഡിനും മൂന്ന് ഭാഗങ്ങൾ കാണും. ഏതൊക്കെയാണ്? സീഡ് കോട്ട് കാണും, എംബ്രിയോ കാണും, എൻഡോസ്പേം കാണും. എൻഡോസ്പേമിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് പറയാം മേ ഓർ മേ നോട്ട് ബി എന്ന് പറയാം. എല്ലാ ആൻജിയോസ്പേമിലും എൻഡോസ്പേം ഉണ്ടാവും. കാരണം ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ ട്രിപ്പിൾ ഫ്യൂഷന്റെ റിസൾട്ടിൽ നിന്ന് എൻഡോസ്പേം ഉണ്ടാവും. പക്ഷേ എംബ്രിയോ ഡെവലപ്മെന്റിന്റെ സമയത്ത് പൂർണ്ണമായി തീരാതിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻഡോസ്പേം മേ ഓർ മേ നോട്ട് ബി പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു സീഡിന്റെ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സീഡ് കോട്ട്, എംബ്രിയോ, എൻഡോസ്പേം. സീഡ് കോട്ട് എന്തിനുള്ളതാണ്? സീഡിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയറാണ്. സാധാരണ സീഡ് കോട്ടിന് രണ്ട് ലെയർ ആണുള്ളത്. ഔട്ടർ ലെയർ നമ്മൾ ടെസ്റ്റ എന്നും ഇന്നർ ലെയർ നമ്മൾ ടെക്മൻ എന്നും പറയും. ഇവിടെ ഒരു സീഡ് വരച്ചിട്ടുണ്ട്. സീഡിന്റെ ഈ ഔട്ടർ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? സീഡ് കോട്ട് എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് ലെയർ ഉണ്ട്.
ടെസ്റ്റായും ടെക്മെനും. അത് നമുക്ക് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം. ഒവ്യൂളിന് രണ്ട് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോ കണ്ടു അല്ലെ, ഇന്റഗ്യുമെന്റ്സ് എന്നാ പറഞ്ഞത്. ഇന്നർ ഇന്റഗ്യുമെന്റും ഔട്ടർ ഇന്റഗ്യുമെന്റും. അപ്പം ഇവര് തന്നെയാണ് ഒവ്യൂള് മച്ചുർ ആയി കഴിയുമ്പോൾ ഇന്നർ ഇന്റഗ്യുമെന്റും ഔട്ടർ ഇന്റഗ്യുമെന്റും ആണ് ആരായിട്ട് മാറുന്നത്, സീഡ് കോട്ടായിട്ട് മാറുന്നത്. ആ സീഡ് കോട്ടിന്റെ ഔട്ടർ ലെയർ നമ്മൾ ടെസ്റ്റ് ആയിരുന്ന ഇന്നറിനെ ടെക്മെൻ എന്ന് വിളിക്കും. അപ്പൊ സീഡ് കോട്ട് വെച്ചിട്ട് അതിനെ പോയി അതിനകത്ത് രണ്ടുപേര് കാണും. ആരൊക്കെയാണ്, എംബ്രിയോയും എൻഡോസ്പേം. നമ്മൾ എംബ്രിയോയുടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ് എംബ്രിയോ. പിന്നെ അതിന് ആ എംബ്രിയോയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് എന്ത്, എൻഡോസ്പേം. അപ്പം ഒരു ബേസിക് സീഡിനകത്ത് ഈ മൂന്ന് കാര്യങ്ങളും കാണും. പക്ഷെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചില സീഡുകളിൽ എന്ത് തീർന്നു പോകും, എൻഡോസ്പേം തീർന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ എൻഡോസ്പേം മേ ഓർ മേ നോട്ട് ബി പ്രസന്റ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ ആൻജിയോസ്പേമിലെ എല്ലാ സീഡിലും ആര് കാണും, എൻഡോസ്പേം കാണും. ഓക്കെ, അതാണ് ബേസിക് സ്ട്രക്ചർ. ഇനി നമുക്ക് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ഈ എൻഡോസ്പേം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ തീർന്നു പോയോ തീർന്നില്ലയോ എന്നനുസരിച്ചിട്ട് സീഡ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ടൈപ്സ് ഓഫ് സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് പറയാൻ നോക്കൂ. ആൽബൂമിനസ് ആൻഡ് നോൺ ആൽബൂമിനസ്. ആൽബൂമിനസ് സീഡ് ആൻഡ് നോൺ ആൽബൂമിനസ് സീഡ്. ആൽബൂമിനസിനെ നമുക്ക് വേണമെങ്കിൽ എൻഡോസ്പേമസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എൻഡോസ്പെയിം ഉള്ളവരെയാണെന്ന് വിളിക്കുക ആൽബൂമിനസ് സീഡ് എന്ന് വിളിക്കുന്നത്. നോൺ ആൽബൂമിനസിനെ നമുക്ക് എന്ത് വിളിക്കാം, നോൺ എൻഡോസ്പെയിമസ് എന്ന് വേണമെങ്കിലും വിളിക്കാം. നോൺ എൻഡോസ്പെയിമസ് അല്ലെങ്കിൽ എക്സ് ആൽബൂമിനസ് എന്നും പറയാറുണ്ട്. ഏതാണ് രണ്ടു തരം സീഡ്സ്, ആൽബൂമിനസ് ഓർ എൻഡോസ്പെയിമസ്. രണ്ടാമത്തേതോ നോൺ ആൽബൂമിനസ് ഓർ നോൺ എൻഡോസ്പെയിമസ് ഓർ എക്സ് ആൽബൂമിനസ് എന്ന് പറയാം. എൻഡോസ്പെയിം അതിനകത്ത് കാണില്ല. അപ്പൊ എന്താണ് അതിന്റെ ബേസിക്, ആൽബൂമിനസ് എന്ന് പറഞ്ഞാൽ എ സീഡ് വിത്ത് ആൽബൂമിൻ ഓർ എൻഡോസ്പെയിം. നോൺ ആൽബൂമിനസ് എന്ന് പറഞ്ഞാലോ എ സീഡ് വിത്തൗട്ട് എൻഡോസ്പെയിം ഓർ ആൽബൂമിൻ. അതിന്റെ കാരണം ഇല്ലാതായി പോയതിന്റെ കാരണം എന്താണ്, ഓൺ development of embryo the endosperm is completely utilized and finished. That is why. Okay, ഇനി ആൽബൂമിനസ് സീഡ്സിന് എക്സാമ്പിൾ പറഞ്ഞേക്ക് നോക്കൂ. വീറ്റ്, മെയ്സ്, കോക്കനട്ട്, കാസ്റ്റർ, ബാർലി. വീറ്റ് അറിയാലോ, ഗോതമ്പ്. മെയ്സ് തേങ്ങ, കാസ്റ്റർ നമ്മുടെ ആവണക്കാണ് അല്ലെ, ബാർലി. ഇവരൊക്കെ എന്തിനു ഉദാഹരണമാണ്, എൻഡോസ്പെയിമസ് സീഡുകളാണ്. അവർക്കൊക്കെ ഉള്ളിൽ എന്ത് കാണും, എൻഡോസ്പെയിം ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ ആണ്. വീറ്റിന്റെ സീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വീറ്റിന്റെ സീഡായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മെയ്സിന്റെ സീഡായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് മേജർ പോർഷൻ ആര് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു, എൻഡോസ്പെയിം അവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സീഡിനെയാണ് എന്ത് പറയുക, എൻഡോസ്പെയിമസ് സീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിക്കേ, എക്സ് ആൽബൂമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻഡോസ്പെയിം ഈസ് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. എക്സാമ്പിൾ പീ, കടല, ഗ്രൗണ്ട് നട്ട്, നിലക്കടല. ഈ രണ്ട് സ്ട്രക്ചർ നമുക്ക് ഈ കടലയൊക്കെ എടുത്ത് നമുക്ക് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് അതിന്റെ സീഡ് കോട്ട് പൊട്ടി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ, ഒരു വലിയ എംബ്രിയോ മാത്രമേ ഉള്ളൂ സീഡ് കോട്ടിനുള്ളിൽ. എൻഡോസ്പെയിം ഒട്ടുമില്ല, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയിട്ടുണ്ട്. അതിന്റെ കാരണം നമുക്ക് ഇവിടെ മനസ്സിലാവും. ഈ പീയുടെയും ഗ്രൗണ്ട്നട്ടിന്റെ ഒക്കെ എംബ്രിയോ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ഈ എൻഡോസ്പെയിം പൂർണ്ണമായിട്ടും തീർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് എൻഡോസ്പെയിമേ ഇല്ല. സീഡിനകത്ത് ആര് മാത്രമേ കാണുള്ളൂ, എംബ്രിയോ മാത്രമേ കാണുള്ളൂ. അങ്ങനത്തെ സീഡിനെയാണ് എന്ത് പറയുക, നോൺ ആൽബൂമിനസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സീഡുകള് എൻഡോസ്പെയിം തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പകരം എംബ്രിയോയുടെ തന്നെ ഒരു പോർഷനിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതാണ് കോട്ടിലിഡൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലെ. ഫുഡ് മുഴുവൻ അബ്സോർബ് ചെയ്ത് കോട്ടിലിടനകത്തുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ജെർമിനേഷൻ ടൈമിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതാണ് രണ്ടു തരം സീഡ്സ്, ആൽബൂമിനസ് ആൻഡ് നോൺ ആൽബൂമിനസ്. ഇൻ എക്സാമ്പിളും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി ടെക്സ്റ്റിൽ കുറെ സീഡ്സിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ തന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരെണ്ണം സ്ട്രക്ചർ ഓഫ് എ മോണോകോട്ട് സീഡാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ് മോർഫോളജിയിൽ. ഇവിടെ വീണ്ടും നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് എ മോണോകോട്ട് സീഡ്.
ഇപ്പൊ മോണോകോട്ട് സീഡ് ഇപ്പൊ നമുക്ക് എടുക്കാം മെയ്സ് അല്ലെങ്കിൽ റൈസ്, ഗോതമ്പിന്റെ ഒരു സീഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു LS അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ സെക്ഷൻ എടുത്ത് നമുക്ക് അതിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഏറ്റവും വെളിയിൽ കാണുന്നത് എന്താണ്? പെരിക്കാർപ്പ്. എന്താ നമ്മൾ പഠിക്കാൻ പോവാ അല്ലെ? ഫ്രൂട്ട് വോളിനെയാണ് പറയുക പെരിക്കാർപ്പ് എന്ന് പറയുന്നത്. അതായത് ഓവറിയുടെ വോളാണ് ഫ്രൂട്ട് ആയിട്ട്, അതിനെയാണ് പെരിക്കാർപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്നറിയാമോ? സീഡിന്റെ സീഡ് കോട്ടും, ടെക്സ്റ്റിനകത്ത് പെരിക്കാർപ്പ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സീഡ് കോട്ടും പെരിക്കാർപ്പും ഫ്രൂട്ട് വോളും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാണുക. ഗോതമ്പിന്റെ ഒക്കെ ഔട്ടറിൽ കാണുന്ന സ്ട്രക്ചർ അതാണ് ശരിക്കും. ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട് വോളും സീഡ് കോട്ടും കൂടെ ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫ്യൂസ്ഡ് പെരിക്കാർപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സീഡ് കോട്ടുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കണ്ട കാര്യം തന്നെ. സീഡ് കോട്ട് അവിടെ ഉണ്ടായി, അതിനോട് പെരിക്കാർപ്പും കൂടെ അതിൽ ഫ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുള്ളിൽ ആരൊക്കെ കാണും? എംബ്രിയോയും കാണണം, എൻഡോസ്പേമും കാണണം. നമുക്ക് ഇത് എൻഡോസ്പേമസ് സീഡ് ആയതുകൊണ്ട് ഇതിന്റെ മേജർ പോർഷൻ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്ന ആരാണ്? എൻഡോസ്പേമാണ്. ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് എൻഡോസ്പേമാണ്. ഈ എൻഡോസ്പേമിന്റെ ഔട്ടറിൽ ഒരു ലെയർ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ലേബൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് അല്യൂറോൺ ലെയർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോട്ടീൻ റിച്ച് ലെയറാണ് അല്യൂറോൺ ലെയർ എന്ന് പറഞ്ഞത്. അപ്പൊ എൻഡോസ്പേമും കണ്ടു കഴിഞ്ഞു. ദെൻ അതിനുള്ളിൽ ഇനി ഒരാളും കൂടെയുള്ള ആരാണ്? എംബ്രിയോ. അപ്പം എംബ്രിയോ ഇവിടെ എൻഡോസ്പേം ആണ് മേജർ പോർഷൻ ഒരു സീഡിൽ ഒക്കുപ്പൈ ചെയ്യുന്ന. എംബ്രിയോ ഒരു കോർണറിലായിട്ട് കാണുന്ന ഒരു ചെറിയ സ്ട്രക്ചറാണ്. അപ്പൊ എംബ്രിയോയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ? ആക്സിസും കോട്ടിലിടനും. ഈ കാണുന്നതാണ് ആക്സിസ്, ഈ കാണുന്നതാണ് ആക്സിസ്. ആക്സിസിന്റെ ഇവിടെ ആക്സിസ് ലേബൽ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ ടെക്സ്റ്റില്. ആക്സിസിന്റെ അപ്പർ എൻഡിന്റെ പേരെന്താണ്? പ്ലിമ്യൂൾ. ലോവർ എൻഡിന്റെ പേരെന്താണ്? റാഡിക്കിൾ. അപ്പോൾ പ്ലിമ്യൂളും റാഡിക്കിളും ഇവിടെ കണ്ടു. പ്ലിമ്യൂളിന് ഒരു കവറിംഗ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? കൊളിയോപ്റ്റൈൽ. റാഡിക്കിളിന് ഒരു കവറിംഗ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? കോളിയോറൈസ്. പിന്നെ ഇതിന്റെ സൈഡിൽ നിന്ന് ഒരു പ്ലേറ്റ് പോലത്തെ നോട്ട് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടിലിടുന്നുണ്ട്, അതിന്റെ പേരെന്താണ്? സ്ക്യൂട്ടല്ലം എന്നും പറയും. അപ്പം നമ്മൾ മുമ്പേ മോണോകോട്ട് എംബ്രിയോടെയും ഡൈക്കോട്ട് എംബ്രിയോടെയും സ്ട്രക്ചർ കണ്ടില്ലേ? അന്നേരം ഈ ഒരു പോർഷൻ, ഈ ഒരു എംബ്രിയോയെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ അവിടെ വരച്ചത്. അപ്പൊ അതിനെ നമ്മൾ ഇവിടെ വീണ്ടും എംബ്രിയോ ഇതിനകത്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ ഇതിനെ വെളിയിലെടുത്താണ് മുമ്പേ കണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് കാണുക? ഒരു മോണോകോട്ട് സീഡിന്റെ, ഒരു എൻഡോസ്പേമസ് സീഡിന്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങൾ അതിനുണ്ട്? എൻഡോസ്പേമസ് സീഡ് ആയിട്ട് അതിന് സീഡ് കോട്ട് ഉണ്ട്, എംബ്രിയോയുണ്ട്, എൻഡോസ്പേമും. ഓക്കെ, ദെൻ ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മള് ചോറുണ്ണുന്ന റൈസ് ഉണ്ടല്ലേ? ആ റൈസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നെല്ലാണെങ്കിൽ ആ നെല്ലിന്റെ അഗ്രഭാഗത്ത് മാത്രമാണ് ആരിയിരിക്കുന്നത്? എംബ്രിയോ ഇരിക്കുന്നത്. ബാക്കി മുഴുവൻ എന്താണ്? എൻഡോസ്പേമാണ് അതിനകത്ത് കാണുന്നത്. എൻഡോസ്പേമാണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ ശരിക്കും ഈ എംബ്രിയോയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഈ എൻഡോസ്പേം എന്ന് പറയുന്നത് മുഴുവൻ അല്ലേ? ശരിക്കും ആരാണ് കഴിക്കുന്നത്? നമ്മൾ കഴിക്കുന്നത് അല്ലെ? റൈസ്. നമ്മൾ ചോറുണ്ണുമ്പോൾ ശരിക്കും നമ്മൾ ഈ എംബ്രിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള റിസർവ് ഫുഡാണ് നമ്മൾ കഴിക്കുക. ഇപ്പൊ നമ്മള് നെൽപ്പാടത്ത് നിന്ന് നെല്ലിനെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ നെല്ലിനെ സൂക്ഷിച്ചു വെക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ എന്ത് ചെയ്യും? അതിനെ നമ്മള് വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് ഉണക്കിയെടുക്കും. അപ്പൊ അങ്ങനെ ബോയിൽ ചെയ്ത് ഉണക്കിയെടുത്ത് അതിനെയാണ് പിന്നീട് നമ്മൾ അരിയായിട്ട് ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ബോയിൽ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഉണക്കി വെച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ നട്ടാൽ മുളയ്ക്കുമോ? ഇല്ല, മുളക്കില്ല. എന്താ കാരണം? നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ അതിനുള്ളില് ആ സീഡിന്റെ അഗ്രഭാഗത്തുണ്ടായിരുന്ന എംബ്രിയോ എന്ത് ചെയ്തു? ഡെഡായി പോയി. പിന്നെ അതിനകത്ത് ശരിക്കും എൻഡോസ്പേമാണ് മെയിൻ ആയിട്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ സീഡ് പിന്നെ ഒരിക്കലും നമുക്ക് മുളപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ കാണാറുണ്ട്. രണ്ട് പെരിസ്പേം കൂടെ പഠിക്കണം. പെരിസ്പേം പഠിക്കുമ്പോൾ നോർമലി നമ്മൾ പഠിച്ചിരിക്കുന്നത് എൻഡോസ്പേമാണ് അല്ലെ? എൻഡോസ്പേമും പെരിസ്പേമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എൻഡോസ്പേം എന്താണെന്ന് കണ്ട് എന്താണ്? ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്ന് ഇതിനുള്ളിലുണ്ടായ എംബ്രിയോ സാക്കിന് ഉള്ളിലുണ്ടായ ഒരു ടിഷ്യൂ ആണ് എന്ത്? എൻഡോസ്പേം.
അത് ട്രിപ്ലോയിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സീഡിനകത്ത് എൻഡോസ്പേം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പെരിസ്പേം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എംബ്രിയോസാക്കിന്റെ വെളിയിൽ, ഒബ്യൂളിനുള്ളിൽ തന്നെയാണ്. ഇതാണല്ലോ എംബ്രിയോസാക്ക്. ഈ കാണുന്ന ലെയറാണ് എംബ്രിയോസാക്ക്. എംബ്രിയോസാക്ക് ഉണ്ടായത് എവിടെ? ന്യൂസെല്ലസിനകത്തല്ലേ. അപ്പൊ എംബ്രിയോസാക്ക് ഉണ്ടായപ്പോൾ ന്യൂസെല്ലസ് മേജർ പോർഷൻ തീർന്നു പോയിട്ട് അവിടെ ഒരു ലെയർ അല്ലെങ്കിൽ ഒരു കുറച്ച് ലെയേഴ്സ് ഓഫ് ആര് കാണും? ന്യൂസെല്ലസ് അവിടെ അവശേഷിക്കും. അതാണ് നമ്മളിവിടെ ന്യൂസെല്ലസ് മാർക്ക് ചെയ്ത്. നോർമലി എംബ്രിയോസാക്കിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ന്യൂസെല്ലസ് പൂർണ്ണമായിട്ടും തീർന്നു പോകും എല്ലാ സീഡിലും. പക്ഷേ ചില സീഡുകളിൽ എന്താണ്, ഈ ന്യൂസെല്ലസ് തീർന്നു പോകാതെ അത് വീണ്ടും സീഡായി കഴിഞ്ഞു, ഒബ്യൂള് മച്ചുറായി സീഡായി കഴിഞ്ഞും അവിടെ ഒരു ലെയർ ന്യൂസെല്ലസ് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിസ്പേം എന്ന് വിളിക്കും. പെരിസ്പേം എന്ന് വിളിക്കും. അപ്പം ബീറ്റ്റൂട്ടിന്റെയും ബ്ലാക്ക് പെപ്പറിന്റെ ഒക്കെ സീഡിനകത്ത് നമുക്ക് ആരെ കാണാൻ പറ്റും? പെരിസ്പേമിനെ കാണാൻ പറ്റും. ഇപ്പൊ പെരിസ്പേം സത്യത്തിൽ എന്താണ്? പെരിസ്പേം ഈസ് ദ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഇൻ എ സീഡ്. പെരിസ്പേമും എൻഡോസ്പേമും രണ്ടും സത്യത്തിൽ എന്താണ്? ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. പക്ഷേ പെരിസ്പേം എന്ന് പറയുന്നത് എന്താണ്? പെരിസ്പേം അതിന്റെ പ്ലോയിഡ് എന്താണ്? ന്യൂസെല്ലസിന്റെ പാർട്ടായിട്ട് ഡിപ്ലോയിഡ് തന്നെയാണ്. എംബ്രിയോസാക്കിന് വെളിയിലാണ് അത് കാണുന്നത്. പേരന്റിന്റെ ബോഡിയുടെ പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുണ്ടാവുന്നതല്ല. എന്നാൽ എൻഡോസ്പേമോ എംബ്രിയോസാക്കിന് ഉള്ളിലാണ് കാണുന്നത്. അതിന്റെ പ്ലോയിഡ് എന്താണ്? ട്രിപ്ലോയിഡ് ആണ്. അപ്പം that is the difference between പെരിസ്പേം ആൻഡ് എൻഡോസ്പേം. പെരിസ്പേമും എൻഡോസ്പേമും തമ്മിൽ മറ്റൊരു ഡിഫറൻസ് കൂടെ ഉണ്ട്. പെരിസ്പേം എന്ന് പറയുന്നത് പേരന്റ് ബോഡിയുടെ ഭാഗമാണ്, പേരന്റൽ ജനറേഷന്റെ ടിഷ്യൂ ആണ്. എന്നാൽ എൻഡോസ്പേം എന്ന് പറയുന്നത് പുതിയ ജനറേഷനിലുണ്ടായി. അപ്പോൾ നമ്മള് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിലെ 4ാമത്തെ സ്റ്റെപ്പ് കാണാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഫ്രൂട്ട് ഡെവലപ്മെന്റ്. ഫ്രൂട്ട് ഡെവലപ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 2 പോയിന്റും കൂടെ പറഞ്ഞിട്ട് പോകാം. ഒന്ന് ഗ്യാമറ്റോജെനസിസ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ മിസ്സായ ഒരു പോയിന്റാണ്. പിന്നെ സീഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. ആദ്യം കാണുക, മോണോസ്പോറിക് എംബ്രിയോസാക്ക് എന്താണ് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് എംബ്രിയോസാക്ക് ആണ് മോണോസ്പോറിക് എംബ്രിയോസാക്ക്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്, സ്പോർ. ഒരു സ്പോറിൽ നിന്നുണ്ടായ എംബ്രിയോസാക്കിനെയാണ് എന്ത് പറയുക? മോണോസ്പോറിക് എംബ്രിയോസാക്ക് എന്ന് പറയുക. അപ്പോൾ ആ ഒരു സ്പോറിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. നമ്മള് ഒരു ഒബ്യൂളിന്റെ സ്ട്രക്ചർ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇമ്മച്വർ ഒബ്യൂളിന്റെ ഏറ്റവും നടുക്ക് കാണുന്ന ടിഷ്യൂ ആരാണ്? ന്യൂസെല്ലസ് ആണ്. മെഗാസ്പോറോജെനസിന് തൊട്ടു മുമ്പായിട്ട് ന്യൂസെല്ലസിലെ ഒരു സെല്ല് ആണ് ആരായിട്ട് മാറുന്നത്? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നത്. അതിനുശേഷം അത് മിയോസിസ് നടന്ന് 4 മെഗാസ്പോറുകളായിട്ട് മാറുന്നതിനാണ് മെഗാസ്പോറോജെനസിസ് എന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെ 4 മെഗാസ്പോർ ഉണ്ടായതില് 3 ഡീജനറേറ്റ് ചെയ്ത് പോകുന്നാണ് പറഞ്ഞത്. 3 ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് അവശേഷിക്കുന്ന ഒരെണ്ണത്തിനെ നമ്മൾ ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് വിളിക്കും. ആ ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയുന്നത് ഒരു സ്പോറിൽ നിന്ന് മാത്രമാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുക? മോണോസ്പോറിക് എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സ്റ്റേജിൽ ഈ ഫങ്ഷണൽ മെഗാസ്പോർ ആണ് വളർന്ന് വലുതായി ആരായിട്ട് മാറുന്നത്? എംബ്രിയോസാക്ക് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുക? മോണോസ്പോറിക് എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇത് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. എന്നാൽ മറ്റു ചില സ്പീഷീസുകളിൽ 2 സ്പോർ അവിടെ നിൽക്കും. എന്നിട്ട് അതിൽ നിന്നാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. അതിനെ എന്ത് പറയും? ബൈസ്പോറിക് എംബ്രിയോസാക്ക് എന്ന് പറയും. മറ്റു ചില ചെടികളിലാണെങ്കിൽ 4 സ്പോറും അവിടെ നിന്നിട്ട് 4 പേരും ചേർന്നിട്ടാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത്. നമ്മൾ അതിനെ എന്ത് പറയും? ടെട്രാസ്പോറിക് എംബ്രിയോസാക്ക് എന്ന് പറയും. അപ്പൊ അതാണ് മോണോസ്പോറിക് എംബ്രിയോസാക്ക്. ഓക്കെ, അടുത്ത് എന്താ നോക്കൂ, സീഡ് ഡോർമൻസി. ഡോർമെന്റ് എന്ന് പറഞ്ഞതാണ് ഇനാക്റ്റീവ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് സ്റ്റേജിനാണ് ഡോർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സീഡിന്റെ ഡോർമൻസി എന്താണ്? Seed dormancy is the inactive resting period of a seed before germination. ഒരു ചെടിയിൽ നിന്ന് മച്ചുറായി താഴെ വീണാലും ചെടിയിൽ നിന്ന് മാറിയാലും സീഡ് ജെർമിനേഷൻ ഉടനെ നടക്കില്ല. അത് കുറെ കാലം
ഇനാക്റ്റീവ് ആയിട്ട് റെസ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിനാണ് നമ്മൾ എന്ത് പറയുക, സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. സോ സീഡ് ഡോർമൻസിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സീഡിന്റെ മച്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ ആണ്. സീഡ് മച്യൂർ ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടിട്ട് സീഡ് ഡ്രൈ ആയി പോകും. വാട്ടറിന്റെ കണ്ടന്റ് വളരെ അങ്ങ് കുറയ്ക്കുകയാണ്. സീഡ് കേടായി പോകാതിരിക്കുന്നത് സഹായിക്കും. ഒരു മച്യൂർ സീഡിനകത്ത് 10 to 15% മോയിസ്ചറേ ഉള്ളൂ. ബാക്കി വാട്ടർ മുഴുവൻ നഷ്ടപ്പെടുന്നതിനാണ് എന്ന് പറയുക, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീഹൈഡ്രേഷൻ കൊണ്ടും മറ്റു ചില ഫാക്ടേഴ്സ് കൊണ്ടും സീഡ് ജെർമിനേഷന് മുമ്പ്, ഫേവറബിൾ സീസൺ വരുമ്പോഴാണ് ജെർമിനേറ്റ് ചെയ്യുന്നത്, അതിനു മുമ്പ് അവരുടെ റെസ്റ്റിംഗ് ഫേസിനാണ് എന്ന് പറഞ്ഞത് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ഈ സീഡ് ഡോർമൻസി കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പ്ലാന്റ്സിനും ഉണ്ട് അഡ്വാൻറ്റേജ്, മനുഷ്യർക്കും ഉണ്ട് അഡ്വാൻറ്റേജ്. നോക്കൂ, ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമൻസി, വെള്ളം കുറഞ്ഞു പോകുന്നതാണ് ഡീഹൈഡ്രേഷൻ. ഇനാക്റ്റീവ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്യാതിരിക്കുന്ന പീരീഡിനാണ് എന്ന് പറയുന്നത് ഡോർമൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണങ്ങി ഇത് ജെർമിനേറ്റ് ചെയ്യാതിരിക്കുന്ന ആ ഒരു സ്റ്റേജ് ഉള്ളത് കൊണ്ട് നമുക്ക് സീഡിനെ രണ്ട് കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അത് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ഫുഡായിട്ട് ആവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെയോ സീഡിനെ പ്രൊപ്പഗ്യൂളായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. നമുക്ക് സീഡ് ഒരു ചെടിയിൽ നിന്നുണ്ടായ ഉടനെ തന്നെ ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത് വെക്കണം. സീഡ് ഡോർമൻസി ഉള്ളതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെടിയിൽ നിന്ന് സീഡ് വീണ് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് നമുക്ക് നടാൻ പറ്റില്ല. ഫേവറബിൾ സീസൺ ഉണ്ടെങ്കിലേ നടാൻ പറ്റുള്ളൂ. അതുവരെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നവരാണ് ഈ സീഡ് ഡോർമൻസിയാണ്. എന്താണ് ഫ്രൂട്ടിന്റെ ഡെഫിനിഷൻ? Fruit is a ripened ovary or mature ovary containing seed. നമ്മള് ഫെർട്ടിലൈസേഷൻ സമയത്ത് കണ്ട ഒരു കാർപ്പലിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെ? കാർപ്പൽ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഇരുന്ന ഒവ്യൂൾ ആരായിട്ട് മാറി? സീഡായിട്ട് മാറി. സീഡിനുള്ളില് എംബ്രിയോയും എൻഡോസ്പിയും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ സ്റ്റിഗ്മയ്ക്കും സ്റ്റൈലിനും അവിടെ റോളില്ല, അവർ ഡ്രൈ അപ്പ് ആയി പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവശേഷിക്കുന്ന ഓവറിയുടെ ഭിത്തിയാണ്. ഈ ഓവറിയുടെ ഭിത്തി ആണ് ആരായിട്ട് മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പൊ അതാണ് ആൻജിയോസ്പേമിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സീഡ് പ്ലാന്റ്സ് രണ്ടുപേരുള്ള ആരൊക്കെയാണ്? ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ നേക്കഡ് സീഡ് എന്നാണ്. ജിംനോസ്പേമിന് ഈ ഫ്രൂട്ട് ഇല്ല, അവർക്ക് സീഡ് മാത്രം നേരെ ചെടിയിൽ നിന്നുണ്ടാവുക ചെയ്യുന്നത്. ആൻജിയോസ്പേം ഒരു പടിയും കൂടെ അഡ്വാൻസ് ചെയ്തപ്പോൾ അവർക്ക് സീഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തുണ്ടായി? ഫ്രൂട്ട് വോൾ ഉണ്ടായി. അതുകൊണ്ടാണ് ആൻജിയോസ്പേം എന്ന് പേര് വന്നത്. ആൻജിയോ എന്ന് പറഞ്ഞാൽ കവേർഡ്, സ്പേം എന്ന് പറഞ്ഞാൽ സീഡ്, ആൻജിയോസ്പേം. സോ ദ ഡെഫിനിഷൻ ഓഫ് ഫ്രൂട്ട് ഈസ് എ മച്വർ ഓർ റൈപ്പൻഡ് ഓവറി കണ്ടെയ്നിങ് സീഡ്. ഇതാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഇനി നമ്മളൊരു ഫ്രൂട്ടിന്റെ സ്ട്രക്ചർ നോക്കാം. ഒരു ഫ്രൂട്ടിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിന്റെ വോൾ നമ്മൾ പറയുന്ന പേര് പെരികാർപ്പ് എന്നാണ്. ഫ്രൂട്ട് വോൾ എന്ന് പറയുന്ന പേര് പെരികാർപ്പ് എന്നാണ്. പെരികാർപ്പിന് 3 ലെയർ കാണും. ഇപ്പൊ ഒരു മാംഗോ ഫ്രൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടർ ലെയറിന്റെ പേര് എപ്പികാർപ്പ്, മിഡിൽ ലെയറിന്റെ പേര് മീസോകാർപ്പ്, ഏറ്റവും ഉള്ളിലെ സീഡിനോട് ചേർന്ന് കാണുന്ന ലെയറിന്റെ പേര് എൻഡോകാർപ്പ്. അതിനുള്ളിലാണ് സീഡിനെ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഈ ഫ്രൂട്ട് ആൻജിയോസ്പേംസിന് വന്നതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? ജിംനോസ്പേമിനെ അപേക്ഷിച്ചിട്ട് സീഡിനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എന്താണ് അഡ്വാൻറ്റേജ്? 2 കാര്യങ്ങളുണ്ട്, അല്ലെ? ഒന്ന്, സീഡിനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ പറ്റും, പ്രൊട്ടക്ഷൻ. 2, സീഡ് ഡിസ്പേഴ്സൽ ബൈ ആനിമൽസ്. ആനിമൽസിനെ പോലത്തെ ഏജൻസിനെ കൊണ്ടിട്ട് സീഡ് ഡിസ്പേഴ്സൽ നടത്താൻ പറ്റും. ഈ അട്രാക്റ്റീവ് ഫ്രൂട്ട് അല്ലെങ്കിൽ ടേസ്റ്റി ഫ്രൂട്ട് ഉള്ളത് കൊണ്ടാണ് ആനിമൽസ് ഫ്രൂട്ട് എടുത്തുകൊണ്ട് പോകുന്നതും അങ്ങനെ സീഡ് ഡിസ്പേഴ്സൽ അവിടെ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 ലെയറുള്ള ഫ്രൂട്ടിന്റെ വോളിന് നമ്മൾ പറയുന്ന പേരാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ പെരികാർപ്പ് തന്നെ 2 തരം കാണും. ഫ്രൂട്ടിൽ 2 തരമുണ്ട്. ഡ്രൈ പെരികാർപ്പ് ഉള്ളവരുണ്ട്, ഫ്ലഷി പെരികാർപ്പ് ഉള്ളവരുണ്ട്. അതനുസരിച്ച് നമ്മൾ ഫ്രൂട്ടിനെ ഡ്രൈ ഫ്രൂട്ട് എന്നും ഫ്ലഷി ഫ്രൂട്ട് എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒത്തിരി ഡീറ്റെയിൽസ് പഠിക്കാനില്ല, അത്രയും മാത്രം അറിഞ്ഞാൽ മതി. പെരികാർപ്പ് മേ ബി ഡ്രൈ ഓർ ഫ്ലഷി. ഇപ്പൊ മാംഗോയുടെ ആണെങ്കിൽ ഫ്രൂട്ട് വോൾ എങ്ങനെയാണ്? ഫ്ലഷിയാണ്.
അല്ലെ? നേരെ മറിച്ച് കാഷ്യൂ നട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ആണെങ്കിലോ ഡ്രൈ ആണ്. അല്ലെങ്കിൽ റൈസ്, മെയ്സ്, വീറ്റിന്റെ ഒക്കെ ഫ്രൂട്ടുകൾ എങ്ങനെയാണ്? ഡ്രൈ ആണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഫ്രൂട്ടുകളും കാണാം. ദെൻ അടുത്ത് നമുക്ക് കാണുന്നത് ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ട്രൂ ഫ്രൂട്ട്, ആരാണ് ഫോൾസ് ഫ്രൂട്ട് എന്നാണ്. ട്രൂ ഫ്രൂട്ടും ഫോൾസ് ഫ്രൂട്ടും. ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ഫ്രൂട്ട്. ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ സ്യൂഡോ ഫ്രൂട്ട് അല്ലെങ്കിൽ നോട്ട് റിയൽ ഫ്രൂട്ട് എന്ന് പറയും. ഇപ്പൊ ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ദി ഓവറി വോൾ. കാർപ്പലിന്റെ ഓവറിയുടെ ഭിത്തി മച്ചുവർ ആയിട്ടുണ്ടായ ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. മജോറിറ്റി ഫ്രൂട്ടിലും അങ്ങനെയാണ്. ഇപ്പൊ മാംഗോയുടെയൊക്കെ ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത് ഓവറിയുടെ ഭിത്തിയാണ് ഒരു ഫ്രൂട്ടായിട്ട് മാറുക. അങ്ങനത്തെ ഫ്രൂട്ടിനെയാണ് എന്ത് പറയുക? ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിയുടെ ഭിത്തി അല്ല, പകരം ഫ്ലവറിന്റെ മറ്റേതെങ്കിലും ഭാഗമായിരിക്കും ഫ്രൂട്ടിന്റെ വോളായിട്ട് അല്ലെങ്കിൽ പെരികാർപ്പായിട്ട് മാറിയിരിക്കുന്നത്. എക്സാമ്പിൾ ഉണ്ടോ? ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ ആൻഡ് സ്ട്രോബെറി ഫ്രൂട്ട്. ആപ്പിൾ, നമ്മള് ആപ്പിളിന്റെ ഒക്കെ നിങ്ങൾ ആപ്പിൾ മുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ആപ്പിളിനെ നമ്മളിങ്ങനെ മുറിച്ച് വെർട്ടിക്കലായിട്ട് സെക്ഷൻ എടുത്ത് വെക്കുമ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ ഒരു ലെയർ കാണും. അതിനകത്താണ് സീഡ്സ് കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രം പോരാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആപ്പിളില് അതിന്റെ ഫ്ലവറിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, പെഡിസലിന്റെ അഗ്രഭാഗത്തിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റക്കിൾ അല്ലേ? തലാമസ് ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ പുറമേ നല്ല എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ടായിട്ട് മാറും. അപ്പൊ ഈ പോർഷൻ വെളിയിൽ വന്നിരിക്കുന്നത് തലാമസ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ആപ്പിളിനെ എന്ത് പറയാം? ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയാം. ഇനി കാഷ്യൂവിന്റെ കാര്യത്തിനകത്ത് വളരെ രസകരമായിട്ടൊരു കാര്യമുണ്ട്. കാഷ്യൂ ആപ്പിളിന്റെ കാര്യത്തിൽ കാഷ്യൂവിന്റെ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാഷ്യൂവിന്റെ ഫ്രൂട്ട് ഫ്ലവർ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ല. അതിലെ ഫ്ലവേഴ്സ് മിക്കവാറും ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പ് ആയിരിക്കും. ഫ്ലവറില് ഗൈനീഷ്യം ഉണ്ട്, ആൻഡീഷ്യം ഉണ്ട്, പെറ്റിലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ പോയിക്കോട്ടെ. പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടന്നു കഴിയുമ്പോഴത്തേനും പിന്നെ അവിടെ ആര് കാണില്ല? ആൻഡീഷ്യൂ, അതുപോലെ തന്നെ പെറ്റൽസും ഒന്നും ഇവിടെ കാണില്ല. പിന്നെ ഫെർട്ടിലൈസേഷനോട് നടന്നു കഴിയുമ്പോൾ സ്റ്റിഗ്മയും സ്റ്റൈലും ഡ്രൈ ആയി പോകും. പിന്നെ അവിടെ അവശേഷിക്കുന്ന ആരാണ്? ഓവറി മാത്രം അവശേഷിക്കുകയാണ്. അപ്പൊ ശരിക്കും ഈ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് അവിടെ മാറിയിരിക്കുന്നത്. കാഷ്യൂ നട്ട് എന്ന് നമ്മൾ പറയത്തില്ലേ? കാഷ്യൂ നട്ട് ഇങ്ങനെ ഇരിക്കും, അതിനുള്ളിലാണ് ശരിക്കും സീഡ് ഉള്ളത്. അപ്പൊ ശരിക്കും കാഷ്യൂ പ്ലാന്റിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. റിയൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് നട്ടാണ്. അതിന്റെ ഫ്രൂട്ട് ബോൾ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിനുള്ളിലാണ് സീഡ് കാണുന്നത്. പിന്നെ ഈ ഒരു നട്ട് മാത്രം ഉണ്ടെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ നടക്കില്ല എന്ന് കണ്ടതുകൊണ്ട് കാഷ്യൂ പ്ലാന്റിൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അതിന്റെ പെഡിസലിന്റെ തലാമസ് ഉണ്ടല്ലോ, അതെന്തായിട്ട് മാറി? ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ഈ കാഷ്യൂ ആപ്പിള്, ഇത് നട്ട്, ഇതാണ് റിയൽ ഫ്രൂട്ട്. ഇതെന്താണ് ശരിക്കും? ഫോൾസ് ഫ്രൂട്ടാണ് കാഷ്യൂവിന്റെ. സ്ട്രോബെറിയും അതുപോലെ തന്നെയാണ്. തലാമസ് ആണ് അവിടെ മോഡിഫൈഡ് ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുന്നത്. മറ്റൊരു ടേമാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് ഫ്രൂട്ട് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം, ഫെർട്ടിലൈസേഷൻ നടന്നെങ്കിൽ മാത്രമേ ഫ്രൂട്ടിനുള്ളിൽ ആര് കാണുള്ളൂ? സീഡ് കാണുള്ളൂ. അപ്പൊ ഈ ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡ് ഉണ്ടായെങ്കിൽ മാത്രമേ ഓവറി ആരായിട്ട് മാറുള്ളൂ? ഫ്രൂട്ടായിട്ട് മാറുള്ളൂ. അങ്ങനെയാണ് നോർമലി നടക്കുക. അതൊരു എൻസൈം റിലേഷൻഷിപ്പാണ്. സീഡ് ഫോർമേഷൻ നടന്നെങ്കിലേ ഫ്രൂട്ട് ഫോർമേഷൻ നടക്കുള്ളൂ. പക്ഷെ ചില ചെടികളിൽ എന്താണെന്നറിയാവോ? ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സീഡ് ഉണ്ടായില്ലെങ്കിലും അങ്ങനത്തെ ഒരു സ്റ്റിമുലസ് കിട്ടിയിട്ട് ഓവറി എന്തായിട്ടങ്ങ് മാറും? ഫ്രൂട്ടായിട്ട് മാറും. അപ്പൊ അങ്ങനത്തെ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ളിൽ ആര് കാണുകയില്ല? സീഡ് കാണില്ല. അപ്പൊ ശരിക്കും പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് ആരാണ്? സീഡ്ലെസ് ഫ്രൂട്ടാണ്. എക്സാമ്പിൾ ബനാന.
ബനാന നമ്മൾ കഴിക്കുന്നുണ്ട്, അതിനകത്ത് കട്ടിയുള്ള സീഡ്സ് ഇല്ലല്ലേ, ആ സീഡ് ഡെവലപ്പ് ചെയ്യുന്നില്ല അവിടെ. അപ്പൊ അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയാം. പിന്നെ നമുക്കറിയാം ഗ്രേപ്സ് ഒക്കെ സീഡ്ലെസ് ഫ്രൂട്ട്സ് മേടിക്കാൻ കിട്ടും. അപ്പൊ അതൊക്കെ എന്താണ്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ്. എന്താ, ഇൻ സച്ച് ഫ്രൂട്ട്സ് വാട്ട് വിൽ നോട്ട് ബി ദെയർ, സീഡ്സ് വിൽ നോട്ട് ബി ദെയർ, ഹെൻസ് ദേ ക്യാൻ ബി കോൾഡ് സീഡ്ലെസ് ഫ്രൂട്ട്സ്. അപ്പൊ അത് നാച്ചുറൽ ആയിട്ട് ചില ചെടികളിൽ സംഭവിക്കുന്നുണ്ട്, ബനാനയിലൊക്കെ. അതുകൂടാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ചെടികളിലൊക്കെ നമുക്ക് ശരിക്കും ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് സീഡ്സ് ആണ് ഏറ്റവും ഒരു ടഫായിട്ട് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണ്, പ്ലാന്റ് ഹോർമോൺസിനെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരെ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പറ്റും, യൂസിങ് ഹോർമോൺസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിനുള്ളില് സീഡ് ഉണ്ടാകില്ല, അതുകൊണ്ട് നമുക്ക് അവരെ സീഡ്ലെസ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കാം. ശരിക്കും നമുക്ക് അങ്ങനത്തെ ഫ്രൂട്ട്സ് കിട്ടുകയാണ് ഏറ്റവും ഇഷ്ടം അല്ലെ. ഇപ്പം മാംഗോക്കൊക്കെ സീഡ് ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു നോക്കിയാൽ നമുക്ക് ഹൽവ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ അടുത്ത ടോപ്പിക്ക് നമ്മൾ കാണാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ് നമ്മളിവിടെ 7 പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം പ്ലാന്റ് കിങ്ഡത്തില് 5 ഗ്രൂപ്പുകളിലുള്ളതിൽ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. അതിനകത്ത് ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും മാത്രമേ എന്തുള്ളൂ, സീഡ്സ് ഉണ്ടാവുന്നു. ജിംനോസ്പേമിലെ സീഡ് നെയ്ക്കഡ് സീഡും ആൻജിയോസ്പേമിലെ സീഡ് ഫ്രൂട്ടിനുള്ളിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ആ സീഡിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. സീഡ് ഒരു പ്രൊപ്പഗീവ് ആണ് അല്ലെ, നമുക്ക് ആ സീഡ് നട്ട് പുതിയൊരു ചെടി ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അങ്ങനെ മറ്റ് ലോവർ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ സീഡ് ഇല്ല, അതിന് പകരം മറ്റ് സ്ട്രക്ചേഴ്സ് ആണ്, പുതിയ സ്ട്രക്ചറുകളിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇവർക്ക് സീഡ് ഉണ്ട്. ആ സീഡിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഒന്ന്, സീഡ്സ് ആർ മോർ ഡിപ്പെൻഡബിൾ ബൈ ദ പ്ലാന്റ്. പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് എന്ത്, സീഡ്. അങ്ങനെ പറയാൻ കാരണം the seed formation is independent of water. നമുക്കറിയാം ലോവർ ഗ്രൂപ്പിലൊക്കെ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു, വാട്ടർ വേണം അല്ലെ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് തമ്മിൽ കോണ്ടാക്ടിൽ വരണമെങ്കിൽ അവിടെ വാട്ടർ ആയിരുന്നു ഏജന്റ്. പക്ഷെ നമുക്കറിയാം ഇവിടെ ആൻജിയോസ്പേമിലും ജിംനോസ്പേമിലും ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഗമീറ്റ്സിനെ അടുത്തെത്തിക്കുന്ന ആരാണ്, പോളിനേഷൻ ആണ്. അതുകൊണ്ട് സീഡ് ഫോർമേഷൻ ഈസ് independent of water. That is why we can say seeds are more dependable for plants when compared to other structures present in lower groups. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. വെള്ളത്തിന്റെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ വാട്ടർ ഇല്ലെങ്കിലും സീഡ് ഫോർമേഷൻ അവിടെ നടക്കും. രണ്ട്, better dispersal strategies. Seeds are with better dispersal strategies. അപ്പൊ പ്ലാന്റില് ഒരു സീഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സീഡിനെ ഡിസ്പേഴ്സ് ചെയ്യണം അല്ലെ. ഒരു പ്ലാന്റിന്റെ ചുവട്ടിലേക്ക് തന്നെ എല്ലാ സീഡും വീണ് അവരെല്ലാവരും അവിടെ തന്നെ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, they will all come up together and they will compete each other for water, space, sunlight, etc. അപ്പൊ എല്ലാവർക്കും അവിടെ സക്സീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പോയി എവിടെ പോകണം, ദൂരെ പോയി വീഴണം. സ്പേസും വാട്ടറും ഒക്കെ ഒരിടത്ത് പോയി വീഴണം. അപ്പൊ അതിനു വേണ്ടിട്ട് എന്തുണ്ട്, most of the seeds are provided with the dispersal strategies. Dispersal strategies ഉണ്ട്. നമുക്കറിയാം winged seeds, വിങ്സ് ഉള്ള സീഡ്സ് ഉണ്ടല്ലേ. സീഡിൽ തന്നെ അതിൽ വിങ്സ് ഉണ്ടെങ്കിൽ കാറ്റിൽ അതിന് പറന്നു പോയി ദൂരെ വീഴാൻ പറ്റും. പിന്നെ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പ്രസൻസ് ഓഫ് ഫ്രൂട്ട്. ആൻജിയോസ്പേംസിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ സീഡിനെ ഫ്രൂട്ടിനുള്ളിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആനിമൽസ് ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ടിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ സത്യത്തിൽ എന്താണ് അവിടെ നടക്കുക, സീഡ് ഡിസ്പേഴ്സൽ ആണ്. ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് അവർ സീഡിനെ കളയുക. അപ്പൊ അവിടെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നു. പിന്നെ നമുക്കറിയാം ചില സീഡിലൊക്കെ ആണെങ്കിൽ സീഡ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ടഫ്റ്റ് ഓഫ് ഹെയർസ് ഓൺ വൺ എൻഡ്. ഉദാഹരണം നമ്മൾ അപ്പൂപ്പൻ താടി എന്നൊക്കെ പറയും അല്ലെ. ആ സീഡിന്റെ ഒരേ എൻഡില്
ധാരാളം ഹെയർസ് നിൽക്കുകയാണ്. അപ്പൊ അതുള്ളത് കൊണ്ട് ഇതിന് ഒരു പാരച്യൂട്ട് മോഡലില് കാറ്റിൽ പറന്നു പോയിട്ട് എവിടെയെങ്കിലും പോയി വീഴാൻ പറ്റും. അപ്പൊ അങ്ങനെ സീഡ് ഡിസ്പേഴ്സൽ. അപ്പൊ അത് അങ്ങനത്തെ ഡിസ്പേഴ്സൽ സ്ട്രാറ്റജീസ് ആർക്കുണ്ട്? സീഡ്സിനുണ്ട്. രണ്ട് പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സീഡ്സ് ഹാവ് റിസർവ് ഫുഡ് ഫോർ എംബ്രിയോ. സീഡിനുള്ളിലിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ട്രക്ചർ ആരാണ്? എംബ്രിയോ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ്. അപ്പൊ ആ എംബ്രിയോയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള റിസർവ് ഫുഡ് ആർക്കുണ്ട്? സീഡിനുള്ളിലുണ്ടെന്നാ പറഞ്ഞു. സീഡിനുള്ളിലുള്ള റിസർവ് ഫുഡ് ഏതായിരുന്നു? നമ്മൾ സീഡിന്റെ സ്ട്രക്ചർ കണ്ടതല്ലേ? 3 ഭാഗങ്ങളുണ്ട്: സീഡ് കോട്ട്, എൻഡോസ്പേം, എംബ്രിയോ. അപ്പൊ ആ എംബ്രിയോയ്ക്ക് ഉപയോഗിക്കാനുള്ള ഫുഡ് റിസർവ് ഏതാണ്? എൻഡോസ്പേം അല്ലെ? അപ്പൊ എൻഡോസ്പേം ഉള്ളത് കൊണ്ട് എന്താണ്? എംബ്രിയോയ്ക്ക് അത് ഉപയോഗിച്ചിട്ട് വളരാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു അഡ്വാൻറ്റേജ്. അടുത്ത എന്താണ്? The seed coats may be more or less hard or highly hard in certain cases. Hard seed coats for protection. സീഡിനുള്ളിലിരിക്കുന്ന എംബ്രിയോ ആണ് നമ്മൾ പറഞ്ഞല്ലേ? അപ്പൊ ആ എംബ്രിയോ പലപ്പോഴും അൺഫേവറബിൾ അല്ലെങ്കിൽ എക്സ്ട്രീം കണ്ടീഷൻസിനെയൊക്കെ അതിലേക്ക് എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അതിന് കട്ടിയുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാവും. സീഡ് കോട്ട് അതാണ് ചെയ്യുന്നത് അല്ലെ? സീഡ് കോട്ട് ഉള്ളത് കൊണ്ട് എംബ്രിയോയ്ക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ചെടിയിൽ നിന്ന് സീഡ്സ് താഴെ വീണ് വേനൽക്കാലത്ത് അവിടെ എത്ര നാളുകൾ കിടന്നാലും എംബ്രിയോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി ഹാർഡ് സീഡ് കോട്ട്. അപ്പൊ അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അടുത്ത് നോക്കൂ, ഈച്ച് സീഡ് ഈസ് എ ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ. നമുക്കറിയാം, സെക്ഷൽ സീഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി ഫൈനൽ റിസൾട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഓർ that is formed as a result of gametic fusion. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ 2 സോഴ്സിൽ നിന്ന് വന്ന ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടാകുകയാണ് അല്ലെ? അപ്പം 2 സെറ്റ് ക്രോമസോംസ് വന്നിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ 2 സെറ്റ് ക്രോമസോമിലുള്ള DNA ഒരുമിച്ചെത്തുമ്പോൾ പുതിയൊരു ജനറ്റിക് കോമ്പിനേഷൻ അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന പുതിയ ഇൻഡിവിജ്വൽസ് ജനറ്റിക് വേരിയേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വേരിയേഷൻസ് പലതും ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട്. അടുത്തെന്താ നോക്കൂ, സീഡ്സ് ആർ ദി ബേസിസ് ഓഫ് അഗ്രികൾച്ചർ. ഇപ്പൊ നമുക്കറിയാം, ചെടികളെ നമ്മൾ 2 തരത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? കൃഷി സ്ഥലങ്ങളിൽ നമ്മൾ വെജിറ്റേറ്റീവ് എസെക്ഷൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താറുണ്ട്, സെക്ഷൽ പ്രൊപ്പഗേഷൻ നടത്താറുണ്ട്. ചില ചെടികൾ സെക്ഷൽ മെത്തേഡിലൂടെ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്ത് സീഡ് വെച്ച് മാത്രമേ നടാൻ പറ്റുള്ളൂ, കാരണം അവർക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇല്ല. എന്നാൽ മറ്റു ചില ചെടികളിൽ സെക്ഷൽ പ്രൊപ്പഗേഷൻ ഫെയിലിയർ ആണെങ്കിൽ അവിടെ നമ്മൾ അവരെ എന്ത് ചെയ്യും? എസെക്ഷൽ പ്രൊപ്പഗേഷൻ നടത്തും. ഉദാഹരണം നോക്കൂ, നെല്ല്, ഗോതമ്പ്, ബാർലി, അതിനെയൊക്കെ നമ്മൾ അടുത്ത ജനറേഷൻ നടണമെങ്കിൽ എന്തേ മാർഗമുള്ളൂ? സീഡ് മാത്രമേ മാർഗമുള്ളൂ. പിന്നെ അങ്ങനെ ധാരാളം ചെടികളുണ്ട്. അപ്പം നമ്മള് ചെടികളെ വീണ്ടും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. മജോറിറ്റി പ്ലാന്റ്സ് നമുക്ക് പറയാം സീഡ്സ് ആർ ദി ബേസിസ് ഓഫ് അഗ്രികൾച്ചർ. സീഡ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അത് സാധ്യമല്ല. Then finally one more point is there. എന്താ നോക്കൂ, ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമൻസി. നേരത്തെ നമ്മളൊന്ന് പറഞ്ഞാണ് അല്ലെ? സീഡ് മച്ചുവർ ആയി കഴിയുമ്പോൾ അതിനുള്ളിൽ ഡീഹൈഡ്രേഷൻ നടക്കും. വെള്ളം മുഴുവൻ നഷ്ടപ്പെട്ട് സീഡ് നാച്ചുറലി ഉണങ്ങി മാറുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് സീഡ് എന്തിലേക്ക് പോവാണ്? ഡോർമൻസിയിലേക്ക് പോവാണ്. ഇനാക്റ്റീവ് റെസ്റ്റിംഗ് പീരിയഡ് ബിഫോർ ജെർമിനേഷൻ. അപ്പൊ അങ്ങനെ ഡോർമന്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് സീഡ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഉണക്കിയെടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നാളുകളോളം അതവിടെ ഇരുന്നോളൂ. എപ്പോൾ വരെ? ഫേവറബിൾ കണ്ടീഷൻസ്, വാട്ടറും സൺലൈറ്റും ഒക്കെ ലഭിക്കുന്നവരെ അതവിടെ ഇരുന്നോളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ ഡോർമൻസി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറ്റും? സീഡിനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. എന്നിട്ട് ഫേവറബിൾ സീസണിൽ നമുക്ക് കൃഷി ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോൾ എടുത്തുകൊണ്ട് അതിനെ കൃഷി ചെയ്യാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ ഉപയോഗം എന്താണ്? നമുക്ക് സീഡിനെ ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെ? നെല്ലും ഗോതമ്പും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് എന്തുള്ളത് കൊണ്ടാണ്? ഈ ഡോർമൻസി ഉള്ളത് കൊണ്ടാണ്.
അപ്പോൾ സീഡ് ഡോർമൻസി ഉള്ളത് കൊണ്ട് നമുക്ക് സീഡിനെ ആരൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താണ്? പ്രൊപ്പഗ്യൂൾ, നടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത്രയുമാണ് സീഡിന്റെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാ നോക്കൂ. സീഡ് ഈസ് മോർ ഡിപ്പെൻഡബിൾ. അടുത്തെന്താണ്? സീഡ്സ് ഹാവ് ബെറ്റർ ഡിസ്പേഴ്സൽ സ്ട്രാറ്റജീസ്. അടുത്ത് സീഡ്സ് ഹാവ് റിസർവ് ഫുഡ് ഫോർ എംബ്രിയോ. അടുത്തെന്താണ്? ഹാർഡ് സീഡ് കോട്ട്സ് പ്രൊട്ടക്ട് ദ എംബ്രിയോ ഇൻസൈഡ്. Each seed is a new genetic combination, and seeds are the basis of agriculture. And the properties dehydration and dormancy will help the seed to become food for human beings and also a propagule of the plant itself. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റിലുള്ള ചില പിക്ചേഴ്സ് ഒന്ന് കാണാം. ഇവിടെ തന്നിരിക്കുന്ന കുറേ സീഡ്സിന്റെ പിക്ചേഴ്സാണ്. നമുക്കതിന്റെ ലേബലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു പിക്ചറാണ്. ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചറാണ്. നമുക്ക് മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചറിൽ അറിയാം. അതിന്റെ ഏറ്റവും വെളിയിൽ കാണുന്ന ആരാണ്? പെരിക്കാർപ്പാണ്. പെരിക്കാർപ്പും സീഡ് കോട്ടും കൂടെ ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. സീഡ് കോട്ടൊന്നും ഇവിടെ ലേബൽ ചെയ്തിട്ടില്ല. മോണോകോട്ട് സീഡിന് എക്സാമ്പിൾ ഇപ്പോൾ റൈസ് ഉണ്ടല്ലേ, നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള നെല്ല്. നെല്ലെടുത്തു കഴിഞ്ഞാൽ നെല്ലിന്റെ ഏറ്റവും പുറമേ കാണുന്ന നമ്മൾ ചാഫ്, നെല്ല് കുത്തുമ്പോൾ പൊളിഞ്ഞു മാറുന്ന ആ കട്ടി ഉള്ള ഹാർഡ് ആൻഡ് തിൻ ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ചാഫ്. അതാണ് ശരിക്കും പെരിക്കാർപ്പ്. നമുക്ക് നെല്ലിനെ പറ്റി ഒരു സംശയം തോന്നാം. നെല്ല് അല്ലെങ്കിൽ റൈസ് എന്ന് പറയുന്നത് ഫ്രൂട്ടാണോ സീഡാണോ എന്ന്. അത് ശരിക്കും ഫ്രൂട്ടാണ് അല്ലെ. ഫ്രൂട്ടും ആ ഏറ്റവും പുറമേ കാണുന്ന ആ ഉണങ്ങിയ ലെയർ മാത്രമാണ് പെരിക്കാർപ്പ് ഫ്രൂട്ടിന്റെ. അതിനുള്ളിൽ കാണുന്ന പാർട്ട് ആരാണ്? സീഡാണ്. ഓക്കെ, ഇനി പെരിക്കാർപ്പ് സീഡ് കോട്ടുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പൊ സീഡ് കോട്ടായി. അതിനുള്ളിൽ ഇനി രണ്ട് കാര്യങ്ങളാണുള്ളത്, എൻഡോസ്പേമും എംബ്രിയോയും. മേജർ പോർഷനിൽ ഇരിക്കുന്ന എന്താണ്? എൻഡോസ്പേമാണ്. അതിനുശേഷം ഒരു കോർണറിലായിട്ട് കാണുന്ന ചെറിയ സ്ട്രക്ചറാണ് ആര്? എംബ്രിയോ. ബാക്കി കാണുന്ന മുഴുവൻ എംബ്രിയോ ആണ്. ഇനി എംബ്രിയോയ്ക്ക് ആക്സിസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആക്സിസിന്റെ അപ്പർ എൻഡിന്റെ പേര് പ്ലിമ്യൂളും ലോവർ എൻഡിന്റെ പേര് റാഡിക്കിളും. പ്ലിമ്യൂളിന്റെ കവറിങ്ങിന്റെ പേര് കൊളിയോപ്റ്റൈൽ, റാഡിക്കിളിന്റെ കവറിങ്ങിന്റെ പേര് കൊളിയോറൈസ. മോണോകോട്ട് എംബ്രിയോ ആയതുകൊണ്ട് അതിന് ഒരു കോട്ടിലിടനേ ഉള്ളൂ. അതിന്റെ പേരാണ് സ്ക്യൂട്ടല്ലം. അതവിടെ കൃത്യമായിട്ട് ഇവിടെ വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല എങ്കിലും. അപ്പൊ ഈ പിക്ചറൊക്കെ അതേപടി തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. വന്നിട്ട് ഇത് ലേബൽ ചെയ്യാനൊക്കെ നമുക്ക് ചിലപ്പോൾ വരാം. അതുകൊണ്ട് നമുക്ക് അതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നമുക്ക് നോക്കാം. ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആയിട്ടല്ലേ ആപ്പിളും സ്ട്രോബെറിയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആപ്പിളിന്റെ രണ്ട് പിക്ചർ ഉണ്ട്, ഒരു വെർട്ടിക്കൽ സെക്ഷൻ, ഒരു ക്രോസ് സെക്ഷൻ. അപ്പം അതിനകത്ത് ഈ നമ്മൾ കഴിക്കുന്ന ആ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ആ പോർഷൻ എന്തിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്? തലാമസ് ഡെവലപ്പ് ചെയ്തുണ്ടായിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സ്ട്രോബെറിയും അതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടും എന്തിനു ഉദാഹരണമാണ്? ഫോൾസ് ഫ്രൂട്ട്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടു കഴിഞ്ഞത്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്റ്റേജിന്റെ 3ഉം 4ഉം സ്റ്റേജസ് ആയിട്ടുള്ള സീഡ് ഡെവലപ്മെന്റും ഫ്രൂട്ട് ഡെവലപ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത